ഹലോ കൂട്ടുകാരെ, അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഒരു നാടൻ കറി, ചക്കക്കുരു കൊഞ്ച് മാങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കൊളിയേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഞാനത് കഴിക്കാനിടയായി. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. മാങ്ങ ഇടണം, തേങ്ങ അരച്ചിടണം. തേങ്ങ അരച്ച് ചേർക്കാം. എന്തൊക്കെയാ തേങ്ങയിൽ ചേർക്കും? അരപ്പിൽ എന്തൊക്കെയാ ചേർക്കുന്നേ? മഞ്ഞപ്പൊടി ചേർക്കണം, പിന്നെ ഇച്ചിരി മുളകും, മുളക് പൊടിയായി പച്ചമുളക് ഉണ്ടെങ്കിൽ. അങ്ങനെ അമ്മൂമ്മ പറഞ്ഞ റെസിപ്പി ഞാൻ കറി വെക്കാൻ കയറി കേട്ടോ. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. മാങ്ങ 1, ചക്കക്കുരു 15, സവാള ഒരെണ്ണത്തിന്റെ പകുതി, പച്ചമുളക് 4, ഇഞ്ചി വെളുത്തുള്ളി 1 സ്പൂൺ വീതം, ചെമ്മീൻ 150 ഗ്രാം, എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണം. കുക്കറിലേക്ക് ചക്കക്കുരു ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 3 വിസിൽ കേൾപ്പിച്ച് മാറ്റിവെക്കാം. അരപ്പ് തയ്യാറാക്കാനായി അരമുറി തേങ്ങ നന്നായി അരച്ച് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് ചക്കക്കുരു, മാങ്ങ, മുരിങ്ങയ്ക്ക, ഉള്ളി, ചെമ്മീൻ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർക്കുക. അതിലേക്ക് പൊടികളായ മുളക്, മഞ്ഞൾ, ഉപ്പ് ചേർത്ത് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് 10 മിനിറ്റ് വേവിക്കണം കേട്ടോ. നന്നായി വെന്ത് കുറുകി വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് ചേർക്കാം. തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേവിക്കരുത് കേട്ടോ. അതൊരു ചെറിയൊരു തിള വരുമ്പോഴത്തേക്ക് തന്നെ ഓഫ് ചെയ്യാം. വെന്ത് തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ കുറുകാൻ സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് കടുക് ചേർക്കണ്ടേ? അതിനുവേണ്ടി ധാരാളം ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് എടുത്ത് വെക്കുക. ഇതോടെ കറി റെഡി. ഇനി അടച്ചു മാറ്റി വെക്കണം കേട്ടോ. അടുത്തതായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ, ടേസ്റ്റിംഗ്. വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് പറയാം. നല്ല ടേസ്റ്റ്.